ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തെ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത മത്തായി സുവിശേഷം 19 അധ്യായം അതിന്റെ 25-26 വാക്യം. അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരു യൗവനക്കാരൻ മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ധനികനായ ഒരു യുവപ്രമാണി എന്ന് ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് നിത്യജീവൻ അവകാശമാക്കണം. അപൂർവങ്ങളിൽ ഉള്ള ചോദ്യമാണ് യേശു ഇങ്ങനെ ഒരു ചോദ്യം ഫേസ് ചെയ്യുന്നത്. മറ്റ് ആളുകളൊക്കെ യേശുവിന്റെ അടുക്കൽ വന്ന ചോദ്യങ്ങൾ സൗഖ്യം പ്രാപിക്കണം, അല്ലെങ്കിൽ മകൻ സൗഖ്യം പ്രാപിക്കണം, അല്ലെങ്കിൽ മകൾ സൗഖ്യം പ്രാപിക്കണം. അതുപോലെ ഈ ലോകത്തിന്റെ പല കാര്യങ്ങളുമാണ് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ച ചോദ്യങ്ങൾ. പക്ഷേ അപൂർവമായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ചോദ്യം ആണ് ഈ ധനികനായ യുവപ്രമാണി ചോദിച്ചത്. നിത്യജീവനെ അവകാശമാക്കുവാൻ, അല്ലെങ്കിൽ കർത്താവ് യേശു പ്രസംഗിച്ച ദൈവരാജ്യം ലഭിക്കുവാൻ, അതിൽ പ്രവേശിക്കുവാൻ എന്ത് നന്മ ചെയ്യണം? യേശു അവനോട് പറഞ്ഞത്, സ്തോത്രം, കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് അവനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവൻ തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. 613 കൽപ്പനകൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പനകൾ എല്ലാം പ്രമാണിച്ചു നടക്കുന്നു എന്നത് അവൻ ഏറ്റുപറയുക. യേശു പറഞ്ഞ ഒരു മറുപടി, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ യേശു പറഞ്ഞത് കേട്ടപ്പോൾ അവൻ വളരെ ദുഃഖത്തോടെ പോയി. ആ ദുഃഖത്തോടെ പോകാൻ കാരണം അവൻ വളരെ ധനികനായിരുന്നു എന്നുള്ളതെന്ന് അവിടെ കാണും. അവൻ ആ ദുഃഖത്തോടെ പോകുന്നത് യേശു കണ്ടിട്ട് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചി കുഴയിലൂടെ കിടക്കുന്ന എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയും. ശിഷ്യന്മാരോട് ഈ ധനവാനായ യുവപ്രമാണി ദുഃഖത്തോടെ പോകുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഈ ധനവാനായ മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നാം മനസ്സിലാക്കുക, 3 റെസ്പോണ്ടുകൾ ഇവിടെ കാണുന്നു. 3 റെസ്പോണ്ടുകൾ. ഒന്നാമത്തെ റെസ്പോണ്ട് ധനവാനായ മനുഷ്യന്റെ റെസ്പോണ്ട്. അവൻ തന്റെ ധനത്തെ നോക്കി. എന്ന് വെച്ചാൽ യേശു പറഞ്ഞത് ഒട്ടകം, ധനവാൻ ഒട്ടകം, തന്റെ ആ ധനത്തെയാണ് നോക്കിയത്. എന്നിട്ട് അവൻ പറഞ്ഞു, ഒരിക്കലും സ്വർഗരാജ്യത്ത് കിടക്കാൻ കഴിയുകയില്ല, കാരണം ആ ധനം തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശിഷ്യന്മാർ അതല്ല നോക്കിയത്. ശിഷ്യന്മാർ പറഞ്ഞത് ആർക്കും കഴിയുകയില്ല. ശിഷ്യന്മാർ നോക്കിയത് ആ സൂചിക്കുഴയിലേക്ക്. എന്നുവെച്ചാൽ ഒരു മനുഷ്യനും കടക്കാൻ കഴിയുകയില്ല. എന്നാൽ യേശു നോക്കിയത്, അതാണ് നമ്മുടെ ചിന്താവിഷയമായി എടുത്ത ഭാഗം. യേശു നോക്കിയത്, സ്തോത്രം, ദൈവത്തിങ്കിലേക്ക്. യേശു പറഞ്ഞു, ദൈവത്തെ കൊണ്ടത് നടക്കും എന്ന് വെച്ചാൽ നോക്കണം. 3 പേരും നോക്കിയ സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ധനവാന്റെ ആ നോട്ടാണ്. അവൻ തന്റെ ധനത്തിലേക്കാണ് നോക്കിയത്. ഒട്ടകം സൂചിക്കുഴയിലേക്ക് കടക്കുക. നോക്കണം, അവന്റെ ധനം,
ആ ധനമെന്ന ഒട്ടകത്തിലേക്ക് നോക്കി. അവൻ പറഞ്ഞു, എനിക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. അപ്പോൾ തന്നെ ഹല്ലേലൂയ, ശിഷ്യന്മാരുടെ നോട്ടം ആ സൂചിക്കുഴയിലേക്ക്. ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിന്റെ നോട്ടം ഇത് രണ്ടുമല്ല, സ്വർഗത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വർഗത്തിലേക്ക് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്താൽ സകലതും കഴിയുമെന്ന്. ഇന്ന് പകൽക്കാലം ഈ 3 ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാൻ ആഗ്രഹിക്കുക. ദൈവമക്കളെ, ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നതാണ് ഇപ്രകാലം ചിന്തിക്കേണ്ടത്. 100 വിഷയങ്ങളെ ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അനേക പ്രതിസന്ധികളെ, അനേക പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടത്. പക്ഷേ ചിലര് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ പ്രശ്നത്തിലേക്ക് നോക്കും. ചിലരങ്ങനല്ല. പ്രൈസ് ദി ലോർഡ്, ഒരാളെ കൊണ്ട് പോലും കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കും. എന്നാൽ ഇത് രണ്ടുമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം പരിശുദ്ധാത്മ പറയുവാൻ ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിലേക്ക് നോക്കുന്നു എങ്കിൽ അവിടെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുൻപ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ 11-ാം അധ്യായം മുഴുവനും നമ്മൾ കാണുന്നത് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക. അവരൊക്കെ സ്തോത്രം നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇബ്രാഹിം ലേഖകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് മുൻപിൽ വരും. എന്നാൽ ഒരു ഓട്ടക്കാരൻ അതിനെ നോക്കി നിന്നാൽ അവന് സ്ഥിരതയോട് ഓടുവാൻ കഴിയുകയും. അവിടെ പറയുന്നത്, 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. അപ്പൊ യേശുവിനെ നോക്കിയെങ്കിൽ മാത്രമേ ഈ ഓട്ടക്കാരൻ ലക്ഷ്യത്തിലെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്തുകൊണ്ട് യേശുവിനെ നോക്കണം എന്നത് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യേശു തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് എന്ന ആ വലിയ പ്രതിസന്ധിയെ നേരിട്ടത്, പ്രൈസ് ദി ലോർഡ്, തന്റെ മുൻപിൽ വച്ച ഒരു സന്തോഷം, പ്രൈസ് ദി ലോർഡ്, തന്റെ മുൻപിലുള്ള ആ സന്തോഷത്തിലേക്ക് മാത്രം ലക്ഷ്യമാക്കി, അതിൽ മാത്രം ശ്രദ്ധിച്ച് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചുവെന്ന്. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിനെ ഫേസ് ചെയ്തത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, മുൻപിൽ വച്ച സന്തോഷത്തെ ഹല്ലേലൂയ ലക്ഷ്യമാക്കി മറ്റെല്ലാം മറന്നു. എന്തായിരുന്നു തന്റെ മുൻപിൽ വെച്ച സന്തോഷം എന്നുള്ളത്? നാം ഓരോരുത്തരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിടുതലായിരുന്നു. മാനവജാതിയുടെ രക്ഷയും വിടുതലും. ആ സന്തോഷം ഹല്ലേലൂയ ഓർത്തപ്പോൾ എല്ലാ അപമാനങ്ങളെയും കർത്താവ് മറന്നു. ആ ക്രൂശ്, ആ വേദന സഹിക്കുവാൻ ഒരു പ്രതിസന്ധിയും ഉണ്ടായില്ല. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നമ്മുടെ ചുറ്റും ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതികൂലം, ഒത്തിരി വേദനകൾ വരും. എന്നാൽ കർത്താവിനെ നോക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മളെ കൊണ്ട് നടക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹല്ലേലൂയ അവിടെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്താൽ സകലവും സാധ്യം. കർത്താവിനെ നോക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് ദൈവമക്കളെ,
ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ധനവാൻ തന്റെ ധനത്തിലേക്ക് നോക്കി. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ ആ സൂചിക്കുഴയിലേക്ക് നോക്കി. ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി. ഇന്ന് പകൽക്കാലം നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തെഫാനോസിനെ അറിയാം. സ്തെഫാനോസിനെ ആകെ ഒരു പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. എല്ലാവരും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കോപം നിറഞ്ഞവരായി കല്ലെടുത്ത് അവനെ എറിയുവാൻ തുടങ്ങുമ്പോൾ ആ ഓരോ ഏറും തന്റെ ശരീരത്തിലേക്ക് പതിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവന്റെ നേരെ ആളുകൾ പല്ലുകടിച്ചുകൊണ്ട് ഓടിയെടുക്കുമ്പോൾ സ്തോത്രം. അപ്പോസ്തലരുടെ 7-ാം അധ്യായം 55-56 വാക്യമായി ഞാൻ പറയുന്നത്. സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി, ദൈവമുഖത്തേക്ക് നോക്കി. ഹല്ലേലൂയ. അവന്റെ മുഖം ശോഭിക്കുകയായിരുന്നു. അവനൊരിക്കൽ പോലും തന്റെ വേദനയെ കുറിച്ച് പരാതിപ്പെട്ടില്ല. ഒരിക്കൽ പോലും തന്നെ എറിയുന്ന ആളുകളെ ഹല്ലേലൂയ സ്തോത്രം അവരെ ഹല്ലേലൂയ സ്തോത്രം ശപിച്ചില്ല. അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കണ്ടത് പിതാവായ ദൈവം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു സിംഹാസനത്തിൽ നിന്ന് തന്നെ എതിരേൽക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. ദൈവം മഹത്വത്തെ അവൻ കാണുക. അപ്പോൾ തന്നെ സ്തോത്രം ഹല്ലേലൂയ. ആ സ്തെഫാനോസ് വിളിച്ചു പറഞ്ഞ വാക്കിങ്ങനെ, അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. എന്റെ അർത്ഥം സ്തോത്രം ഹല്ലേലൂയ, ഈ പാപം ഇവരോട് ഓർക്കരുതെന്ന്. ഹല്ലേലൂയ. ഇവർ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആ സമയത്തും അപേക്ഷിക്കുന്ന സ്തെഫാനോസിനെ കാണുന്നത്. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ സ്തെഫാനോസിനെ പോലെ സ്വർഗത്തിലേക്ക് നീ മുഖം ഉയർത്തുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് സ്വർഗം തുറന്നിരിക്കുന്നത് നീ കാണും. ദൈവത്തിന്റെ മഹത്വത്തെ കാണും. കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ ജനത്തിന്റെ പാപം ഓർക്കാതിരിക്കുവാൻ, അവരുടെ രക്ഷയ്ക്ക് തടസ്സമുണ്ടാകരുതേ ഈ കൊലപാതകം ഏറ്റുപറയുവാനിടയായി എന്ന് വെച്ചാൽ സ്തോത്രം ഹല്ലേലൂയ. പ്രതിസന്ധികളേറുമ്പോൾ, പ്രശ്നങ്ങളേറുമ്പോൾ, വേദനകളേറുമ്പോൾ, നിന്ദകളേറുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിനക്ക് അവരോട് വിടുതലുണ്ട്. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നുകൊണ്ട് നന്ദി പറയുന്നു. അപ്പാ ഹല്ലേലൂയ. ആ ധനികൻ തന്റെ ധനത്തിലേക്ക് നോക്കിയതുപോലെ ശിഷ്യന്മാർ ആ പ്രൈസ് ദി ലോർഡ് സൂചിക്കുഴയിലേക്ക് നോക്കി ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ എന്നല്ല അങ്ങ് പറഞ്ഞു, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ സകലവും സാധ്യമെന്ന് പറഞ്ഞു. അതേ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി, കർത്താവിന്റെ മുഖം കണ്ടു. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടു, സ്വർഗം തുറന്നത് കണ്ടു, ദൈവമഹത്വം കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ ഒരിക്കലും അവന്റെ ശരീരത്തിലെ വേദനകൾ, ദുഃഖങ്ങൾ അറിഞ്ഞ് അത് അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അപമാനത്തെ അലക്ഷ്യമാക്കുവാൻ കാരണം, ക്രൂശിനെ സഹിക്കുവാൻ കാരണം അതേ കർത്താവ് സന്തോഷത്തെ നോക്കി. ദൈവം വെച്ച ആ സന്തോഷം ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് ഒരു സന്തോഷം. മാനവജാതിയുടെ വിടുതൽ ആ സന്തോഷത്തെ നോക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അവിടുത്തെ ജനം അങ്ങയുടെ മുഖത്തേക്ക് നോക്കി വിടുതൽ പ്രാപിപ്പാൻ ഈ വചനങ്ങളാൽ ഇടയാക്കണമേ. അങ്ങ് അവരെ ധൈര്യപ്പെടുത്തണമേ. അതിൽ നിന്ന് പുറത്തു വരുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. ഈ പകൽക്കാലം ജനത്തിന് ഈ വചനത്തിന്റെ വിടുതൽ അനുഭവിപ്പാൻ ഇടയാക്കുന്നുണ്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക് ഞങ്ങൾക്കായി സുവേശ്വര തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ജീവിതത്തിൽ ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.